എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് 23 ലാസ്റ്റ്, അതായത് ഡിസംബറിൽ കിട്ടിയ വിഷ് കാർഡാണ്. എത്ര പെട്ടെന്നാണ് ഒരു വർഷം അങ്ങ് കടന്നുപോയത്. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സ് കൂടി. അല്ലാതെ കുറേയേറെ മാറ്റങ്ങൾ ലൈഫിലുണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. എന്നിരുന്നാലും പുതിയ വർഷത്തെ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഇതിലുണ്ടാക്കാം, എനിക്ക് കുറച്ചുകൂടി ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുക, അതുപോലെ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചാൽ എന്താ, പുതിയ വർഷത്തിലേക്ക് ഇതൊരു ചലഞ്ചായിട്ട് സ്വീകരിച്ചാൽ എന്താ എന്നൊക്കെ എനിക്ക് തോന്നിയത്. ഇനി 15 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ന്യൂ ഇയറാണ്. പുതിയ വർഷത്തിലേക്ക് കുറച്ച് പുതുമയോടെ പ്രവേശിക്കാമെന്ന് വിചാരിച്ച് ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചലഞ്ചിന് റെഡിയാവാണ്. എനിക്കൊപ്പം നിങ്ങളും കൂടി കൂടിയാൽ ചെയ്യാൻ കുറച്ചും കൂടി ഒരു ത്വര വരും. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആഗ്രഹിക്കും, പക്ഷേ മടിയാണോ എന്തോ, പിന്നെ ഒരു 1-2 ദിവസമൊക്കെ ചെയ്യും, പിന്നെ അതങ്ങ് നടക്കാറില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ കൂടി നമുക്കൊപ്പം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഒരാവേശമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ എന്നിൽ വരുത്താൻ വേണ്ടി, നല്ല ചില മാറ്റങ്ങൾ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 10 കാര്യങ്ങൾ ഒരു ചലഞ്ച് എന്നോണം എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ മുതൽ, അതായത് ഡിസംബർ 18 മുതൽ ഡിസംബർ 31 വരെ 14 ദിവസങ്ങളിലേക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ചലഞ്ച് ഉദ്ദേശിക്കുന്നത്. ഈ 14 ദിവസവും ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ഇടാമെന്നും, ചെയ്യുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് ഇൻഡു മാർക്കിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്നുമാണ് ഞാൻ കരുതുന്നത്. 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ, അത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് കെയർ ആയിട്ട് നമുക്ക് മെഡിറ്റേഷനെ കണക്കാക്കാം. അതുകൊണ്ട് മെഡിറ്റേഷൻ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്തു ഞാൻ. പിന്നീട് ഒരു കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കാൻ 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കുടിക്കണമെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 2.5 ലിറ്റർ വെള്ളം എനിക്ക് ആവശ്യമാണ് ഒരു ദിവസം. അത്രയൊന്നും ഞാൻ കുടിക്കാറില്ല. അപ്പോൾ അതും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഡ്രിങ്കിങ് വാട്ടർ 2.5 ലിറ്റർ. പിന്നെ മൂന്നാമത്തെ കാര്യം 1 ഫ്രൂട്ട് പെർ ഡേ എന്നുള്ളതാണ്. അത് ഞാനിപ്പോഴും കഴിക്കാറുണ്ട്, എങ്കിലും മോണിറ്റർ ചെയ്യാം എന്ന് വിചാരിച്ചു. മിനിമം 1 ഫ്രൂട്ട് പെർ ഡേ എന്നുള്ളത്. പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് അത്യാവശ്യമാണല്ലേ. അപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലയിൽ 15 മിനിറ്റ്സ് എല്ലാ ദിവസവും നടക്കാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് മറ്റൊരു ചലഞ്ച്. പിന്നീട് ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കുക എന്നാണ്. അത് എനിക്കൊരു പുതിയ ഒരു ജോലിക്കൊരു സാധ്യത ഒരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും കുറേശ്ശെയായിട്ട് ഓരോ ദിവസവും പഠിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസം ഒരു പുതിയ ഒരു സംഗതി പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ടൊക്കെ നമുക്കൊരു സ്കില്ല് തന്നെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കുമെന്ന് ആണ് പറയുന്നത്. ഓക്കെ, അടുത്ത കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം, എങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്ലുവൻസി വരുന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാം എന്നൊക്കെയുള്ളൊരു റിസർച്ചിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം ഈ വർഷം അവസാനം തന്നെ തുടങ്ങി വെക്കണമെന്ന് വിചാരിക്കുന്നു. അതാണ് എൻ്റെ 6ാമത്തെ ഗോള്. ഇനി 7ാമത്തത് ക്വാളിറ്റി ടൈം സ്പെൻഡ് വിത്ത് മൈ ചൈൽഡ് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അവരെ നോക്കുന്നതും ഒക്കെ നമ്മളാണെങ്കിലും അവരോടൊപ്പം കളിക്കാനും അവർക്ക് വേണ്ടി മാത്രമായിട്ട് സമയം മാറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഉണ്ട്, എങ്കിലും കുറച്ചുകൂടി ഒന്ന് വേണം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അടുത്തത് അപ്ഡേറ്റ് വിത്ത് കറണ്ട് ന്യൂസസ് ആണ്. ന്യൂസ് സ്ഥിരമായി കേൾക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അത് സാധിക്കുന്നില്ല. ന്യൂസ് പേപ്പർ വായനയും നടക്കുന്നില്ല. അപ്പോൾ അതങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തായാലും ഒരു മാറ്റം വേണം. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ചലഞ്ച് തന്നെയാണ് അപ്ഡേറ്റ് ന്യൂസസ് എന്ന് പറയുന്നത്. നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ നമ്മളെ ശ്രദ്ധിക്കുകയല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. വേറൊന്നുമല്ല കേട്ടോ, സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും കാര്യം തന്നെ. പക്ഷേ ഒന്നും കണ്ടിന്യൂ ചെയ്ത് പോകാറില്ല. ഇപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ട്രൈ നടത്തുക. എന്താണേലും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടാവുള്ളൂ. അതുകൊണ്ട് സ്കിൻ കെയറും ഹെയർ കെയറും ഞാൻ ഈ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9th വൺ സ്കിൻ കെയർ, 10th വൺ ഹെയർ കെയർ. എങ്ങനെ പോകുമെന്ന് ഇതുകൂടി ഒന്ന് മോണിറ്റർ ചെയ്യണം. അപ്പോൾ പുതുവർഷത്തിൽ ഒരു തുടക്കം എന്നുള്ള നിലയിൽ എനിക്ക് തന്നെ ഞാൻ കൊടുക്കുന്ന 10 ചാലഞ്ചസ് ഇതൊക്കെയാണ്. നിങ്ങൾക്കും എൻ്റെ ഒപ്പം കൂടാൻ കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ലേൺ എ ന്യൂ തിങ് എന്ന് പറഞ്ഞല്ലേ, അതിന് നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു സംഗതി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഈ 10 ചാലഞ്ചസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. കണ്ടോ, യോഗ മാറ്റൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, മെഡിറ്റേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന 10 ചാലഞ്ചസും എനിക്ക് ഹെൽത്ത് വൈസ് ആണെങ്കിലും വെൽത്ത് വൈസ് ആണെങ്കിലും എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. വെൽത്ത് വൈസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓരോ അറിവും നമുക്ക് ഓരോ സമ്പത്താണല്ലേ, അങ്ങനെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി പുതിയ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ്.